കഴിഞ്ഞിട്ട് കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് വരാൻ നല്ലൊരു കൈയടി നമുക്ക് അവർക്ക് കൊടുക്കാം. താങ്ക് യു. അനുമോൾ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഒച്ചയെടുത്ത് വിളിക്കുന്നുണ്ട്. സന്തോഷാണ്. അപ്പോ ഈ ഒരു സ്നേഹത്തില് നിങ്ങളുടെ കൂടെ നമുക്ക് ചേരാനായിട്ട് ഒലീവിയ ഫാമിലിനെ കൂടെ നമ്മളൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ആൻഡ് യെസ്, മോസ്റ്റ് വെൽക്കം മാം. ഏറെ സന്തോഷത്തോടു കൂടെ വരുമ്പോൾ യെസ് വിത്ത് കൊടുക്കാം. ഒലീവിയ ഫാമിലിയുടെ റൂട്ട്സ് ആണ്. ഇവരെ കൂടെ നമ്മൾ സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യുന്നു. യെസ്, താങ്ക് യു സോ മച്ച്. ആൻഡ് ഷിയാസ്ക, അനു, നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഫസ്റ്റ് ഷിയാസ്കയോട് സംസാരിപ്പിക്കാൻ പറയണം. ഇത് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയും. എന്റെ ശബ്ദം എപ്പോഴും കേൾക്കുന്നതാണ്. കാര്യം ഞാൻ തൊട്ടപ്പുറത്തെ സ്റ്റാറ്റസ് മെൻഷൂറൊക്കെ ഉദ്ഘാടനം ചെയ്ത് ഞാൻ വന്നു. ഞാൻ അതുകൊണ്ട് എന്നെ അങ്ങനെ വലിയ പരിചയമില്ലാത്ത ആൾക്കാരൊന്നുമില്ല ആലുവയിൽ. ഞാൻ ആലുവയിൽ ആദ്യമായിട്ടാണ് ഉദ്ഘാടനം. ആദ്യമായിട്ടൊന്നല്ല, ആഫ്റ്റർ ബിഗ് ബോസ് ആദ്യമായിട്ടാണ്. ഓക്കെ. അപ്പൊ ഇവര് തമ്മിലൊരു നമുക്കൊരു ത്രില്ലുണ്ട് കേട്ടോ. നിങ്ങൾക്കുള്ളതിനേക്കാൾ ഇതാണ്. എല്ലാവരും ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് ഓൺ സ്റ്റേജ് അല്ലേ? ഓക്കെ. സോ യെസ്, അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കറിയാം ഇന്ന് നമ്മൾ വിളിച്ച ഇവിടെ അനുവിന്റെ പ്രോഗ്രാം അല്ലേ? യെസ്, നല്ലൊരു കൈയുടെ നമുക്ക് ആ ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞത് വലിയൊരു കാര്യമല്ലേ? താങ്ക് യു. ആൻഡ് അനു, എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഇവിടെ ഈ ഒരു ഒലീവിയ ഈ പറയുന്ന സിൽവർ ജ്വല്ലറിയുടെ ഇനാഘോഷം ബന്ധപ്പെട്ട് ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഇത് രണ്ടാമത്തെ ഇനാഗ്രേഷനാണ്. അതെ, കൊച്ചിയിൽ. അതെ, ഒരുപാട് കാത്തിരുന്നതാണ് കൊച്ചിയിൽ. കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല, സങ്കടം ഉണ്ടായിരുന്നു. എന്തായാലും കൊച്ചിയിൽ വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സന്തോഷം. ഇപ്പം ഷിയാസ്കയുടെ ഫ്രണ്ടാണ് കേട്ടോ. എന്തായാലും എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതെ, ഫാമിലിക്കും എല്ലാവർക്കും എൻ്റെ വിശ്വാസം അറിയിക്കുകയാണ്. അപ്പം ഓൾറെഡി ഒലിവിയ ജ്വല്ലറി ഞാൻ കണ്ടു. നല്ല കളക്ഷൻസ് ആണ്. ഞാനൊരു സിൽവർ ജ്വല്ലറിയുടെ ഒരു ഫാൻ കൂടിയാണ്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടം. കുറച്ചൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും വരേണ്ടി വരും എനിക്ക് ഇടയ്ക്ക്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവർക്കും സോറി, ഇത് ഫസ്റ്റ് ബ്രാഞ്ച് അല്ലേ? തേർഡാണോ? ഓക്കെ, തേർഡ് ബ്രാഞ്ചാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഇടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഞാനങ്ങനെ വലിയ എൻ്റെ വീട് പെരുമ്പോരാണ്. അപ്പോൾ ആലുവ എനിക്ക് അത്ര. പിന്നെ അനുമോള് ബിഗ് ബോസിൽ പോയ സമയത്ത് ഒരുപാട് ആളുകൾ ആലുവയിലും പെരുമ്പാവൂരുള്ള ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ നാട്ടിൽ കൊണ്ടുവരണം അനുമോളെ ആഫ്റ്റർ ബിഗ് ബോസ് സെഷൻ. അതിന് മുമ്പ് ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ. പെരുമ്പാവൂരും ഈ ആലുവയിലേക്ക് ഒരുപാട് ഉദ്ഘാടനങ്ങൾക്കും ഒരുപാട് ബ്യൂട്ടി ആർട്ടിസ്റ്റിനോടും ഫസ്റ്റ് എൻ്റെ പ്രിഫറൻസ് ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് സന്തോഷം. അത് ഷെഫീഖിൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിൽ ഷെഫീഖ് എൻ്റെ അടുത്ത് ഈ അനു ബിഗ് ബോസിലുള്ള സമയത്ത് എന്നോട് പറയുമായിരുന്നു, അളയാ അനുമോളെ നമുക്ക് കൊണ്ടുവരണം. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഫാമിലിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അവിടെ കൊണ്ടാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം എടുത്ത് പുറത്ത് വരാണെങ്കിൽ കുറേ ടൈം എടുക്കും, അല്ലാതെ അപ്പം എടുക്കാതെ പുറത്ത് വരാണെങ്കിൽ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു. ഈ കട എടുത്ത് പണി തുടങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ പിന്നെ കടയുടെ പണി കഴിഞ്ഞ് നീണ്ടു പോയി. അപ്പോൾ പിന്നെ ഇവൻ പറഞ്ഞാൽ നമുക്ക് ഹണി റോസിനാക്കിയാലോ ലിച്ചീനാക്കിയാലോ അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ പേര് സജഷൻ വന്നു. ഞാൻ പറഞ്ഞാൽ ആരെ വേണമെങ്കിലും വിളിക്കാം. പിന്നെ ഇതിനൊക്കെ ഒരു റീസൺ ദൈവം ഇവൾക്ക് വിന്നറാക്കി. അപ്പോൾ പിന്നെ ഇവിടെയുള്ള ആളുകൾ ഇവിടെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ വിന്നറായപ്പോൾ പിന്നെ ഞങ്ങൾ വേറൊരു ആരെയും നോക്കിയില്ല. 2 ദിവസം നീണ്ടു 3 ദിവസം നീണ്ടുപോലും കുഴപ്പമില്ല, ഉദ്ഘാടനം ഇവിടെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വന്നു. എന്തായാലും ഭയങ്കര സന്തോഷം. എന്താ പറയുക, ഈ ഒരു സ്ഥാപനത്തിൽ അനുമോളോട് കൊണ്ടുവരാൻ കഴിഞ്ഞാലും. കാരണം സാർ ഈ മൈൻഡ് ചെയ്തിട്ടാണ് പറയുക, വീട് എൻ്റെ വീടിനടുത്താണ്. എൻ്റെ കല്യാണത്തിന് ഫുൾ ആക്റ്റീവായിട്ട് ഞാൻ ആങ്കറിൽ നിന്ന് വിളിക്കാതെ ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാതെ വന്ന ആളാണ്. ഷാനവാസിന് ഓർമ്മയില്ലേ കല്യാണത്തിന് ഫുൾ ഉണ്ടായിരുന്നു. താടി കുറച്ചുകൊണ്ടാണോ വെട്ടി കളഞ്ഞു, അത് മനസ്സിലാവാത്ത. അപ്പോൾ എന്തായാലും ഭയങ്കര എന്താ പറ, നീ ഒന്നാമത് നീ എന്തിനും പറയാണെങ്കിൽ ഫസ്റ്റ് പറഞ്ഞു. കാര്യം എനിക്ക് അതിന് മേളിൽ പറയാനുള്ളതാണ്. അതാണ്. അങ്ങനെയല്ല, 3 മാസം വീട്ടിനകത്തായതുകൊണ്ട് ഇനാഗ്രേഷന് പോകുമ്പോൾ സംസാരിക്കാൻ എനിക്ക് എന്തോ ടെൻഷൻ പോലെ.
ശരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മീഡിയക്കാർക്കൊക്കെ അറിയാം ഞാൻ എപ്പോഴും ഒരു ഓളം ഉണ്ടാക്കി ഹലോ നമസ്കാരം എന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, 100 ദിവസത്തിന് ശേഷം പുറത്തിറങ്ങിയിട്ടില്ല ശരിക്കും. ഇന്നലെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് അങ്ങനെയല്ല, പുറത്തിറങ്ങിയിട്ടില്ല എന്ന് ഞാൻ ഇതുവരെ. അപ്പൊ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഇറങ്ങുന്നത്. അപ്പൊ എല്ലാരെയും കണ്ടപ്പോ എന്താണെന്നറിയില്ല, ഫസ്റ്റ് ടൈം എന്താ പറയുക ഒരു ഇനാഗുറേഷൻ ചെയ്യുന്ന ടെൻഷനൊക്കെ, അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാണ്ട് നിൽക്കുന്നത്. സംസാരിക്കണ്ട കാര്യം, ബിഗ് ബോസ് കഴിഞ്ഞല്ലേ ഉള്ളൂ, കിടക്കാണ്. അടുത്ത സീസൺ വരെ ഒരുപാട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇനി അടുത്ത സീസൺ കഴിഞ്ഞിട്ടും നിനക്ക് ഒരുപാട് സംസാരിക്കാൻ കാര്യം. ഇനി അടുത്ത സീസൺ തുടങ്ങുമ്പോൾ അവിടെയുള്ള കണ്ടസ്റ്റിനെ പറ്റി സംസാരിക്കാം. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോ ഇപ്പോൾ സീസൺ 7 ആയി. ഞാൻ സീസൺ 1 പോയതാണ്. നീ എത്ര സീസൺ വന്നാലും സീസൺ 7 വിന്നർ ഒരാളുണ്ടാവുള്ളൂ, അത് നീ തന്നെയാണ്. അപ്പോൾ എന്നും നിനക്ക് പ്രൗഡോട് പറയാം. ഞാൻ എപ്പോഴും പറയുന്നു, ഏത് സംസ്ഥാനത്ത് പോയാലും നിനക്ക് ഒരു പ്രൊഫൈല് പറയുകയാണെങ്കിൽ സിനിമ നടി എന്നുപരി, അല്ലെങ്കിൽ ഒരു ആക്ട്രസ് എന്നതിനുപരി, അല്ലെങ്കിൽ സീരിയൽ ചെയ്യുന്നതിനുപരി ബിഗ് ബോസ് പറയാൻ പറ്റും, വിന്നർ എന്ന് പറയാൻ പറ്റും. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇപ്പോൾ ബോംബെയിലൊക്കെ പോകുമ്പോൾ എന്നെ അറിയാത്ത ആളുകൾ ഞാൻ ബിഗ് ബോസ് സീസൺ 1 സെക്കൻഡ് നടപ്പാന്നൊക്കെ പറയും. ഇവിടെ പറയാറില്ല, കാര്യം ഇവിടെ ഒരു കാലത്തും തന്നെ ഒരു ഇതില്ല. പുറത്ത് കേരളത്തിൽ ചെല്ലുമ്പോൾ അത് കേരളത്തിനേക്കാൾ പുറത്ത് ചെല്ലുമ്പോൾ കാര്യം എൻ്റെ ഞാൻ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു പോകുമ്പോൾ ആളുകൾ കൊള്ളാലോ എന്നൊക്കെ നോക്കാം. പക്ഷെ ഇവിടെ അത് റോങ് ആണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ലെ, നല്ലൊരു കൈഡ് കൊടുത്തേ, നല്ലൊരു നിറഞ്ഞ കൈഡ്. വിജയിച്ചു. എന്തായാലും കുറച്ചുകൂടെ സംസാരിക്കേണ്ടത്. എന്തായാലും ബിഗ് ബോസ് ഒരുപാട് അമ്മമാരും കുട്ടികളൊക്കെ ബാക്കിലേക്ക് നിൽക്കുന്നുണ്ട്. കാര്യം ഒരുപാട് നിൽക്കാനും പറ്റില്ല, തൊട്ട് റോഡൊക്കെ ബ്ലോക്കും, പോലീസുകാരൊക്കെ ഇവിടെ ഉണ്ട്. ഈ അളിയുടെ പേരിൽ കേസും വരും. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുള്ള പരിപാടിയാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തു, എന്താ പറയുക, വോട്ട് ചെയ്തു. എന്താ പറയുക, നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് അറിയില്ലായിരുന്നു, നമ്മൾ 3 മാസം നമ്മൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല, വീട്ടുകാരെ പോലും ചിന്തിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ മാത്രമാണ് വീട്ടുകാരെ പറ്റി ആലോചിക്കുന്നതും കഴിയുന്നതും. അല്ലാതെ പുറത്ത് എന്താ നടക്കുന്നതെന്നോ അല്ലെങ്കിൽ അവിടെ എന്താ നമ്മളെ പറ്റി എന്ത് വിചാരിക്കുന്നു, പുറത്ത് ഔട്ട് എങ്ങനെ പോകുന്നു ഒന്നും നമ്മൾ വിചാരിക്കുന്നതല്ല. പുറത്തിറങ്ങിയ ടൈമിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താ പുറത്ത് ഔട്ട് എന്താണെന്നുള്ളതൊക്കെ. പക്ഷെ ഇപ്പം എനിക്ക് ടെൻഷനൊന്നുമില്ല, ഹാപ്പിയാണ് ഞാൻ. പിന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ നിൽക്കുന്ന മുഖം കാണുമ്പം എന്താ പറയുക, സന്തോഷം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടം എന്നുള്ളത്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇവിടെ ഈ ഒരു പൊതുവെ നമ്മുടെ കൊച്ചിയിൽ എന്തെങ്കിലും ഒരു ഇനാഗുറേഷൻ വരുമ്പോൾ അധികം ആള് വരാത്തതാണ്. പക്ഷെ ഇവിടെ ഇപ്പം ഇത്രയും എന്താ വരുമോ അല്ല, ഈ ഒരു സൈഡില് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അല്ല, പൊതുവെ അങ്ങനെ കാണാറില്ല. ഞാൻ വരുമ്പോഴല്ല, അല്ലാതെ വരുമ്പോ ആരെങ്കിലൊക്കെ. അതല്ല, ഞാൻ എപ്പോഴും പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആര് വന്നാലും ഇവിടെ ആലുവയുള്ള ആളുകൾ ഭയങ്കര സ്നേഹമാണ്. പ്രത്യേകിച്ച് ആലുവക്കാര് കൈയടിച്ച് പെരും സ്നേഹമാണ്. അല്ല, ആലുവക്കാര് മാത്രം